അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അപ്പോൾ ഇപ്പോൾ ഈ 1600 രൂപ വിധവാ പെൻഷനിൽ ആങ്കർ മനസ്സിലാക്കേണ്ടത്, ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. 500 രൂപ യൂണിയൻ ഗവൺമെന്റിന്റെ വിഹിതമാണ്, 1100 രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. വന്യവയോധികരായ ഈ സ്ത്രീകൾക്ക് കിട്ടേണ്ട, അവരുൾപ്പെടെയുള്ള കേരളത്തിലെ നമ്മുടെ വിധവകൾക്ക് കിട്ടേണ്ട 1600-ൽ 500 രൂപ RSS നിയന്ത്രിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നൽകാതായിട്ട് 24 മാസം തികയുക. കേരളത്തിലെ ഇടതുപക്ഷം എന്ത് ചെയ്തെന്നറിയുമോ? ഈ 24 മാസമായി, അതായത് ശരാശരി ഒരാൾക്ക് 6000 രൂപ വെച്ച് 12,000 രൂപ വീതം അന്നക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്ന നരാധമൻ വാക്കിനോടാണെന്ന് എനിക്ക് മനസ്സിലായി. രാജേഷിന്റെ സമയം കിട്ടുമ്പോൾ മറുപടി പറഞ്ഞു. അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലുള്ള വാക്കുകളെ പ്രോത്സാഹിപ്പിക്കരുത്. അബ്ജോദ് ഇടപെടണം, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ചർച്ച ചെയ്യുന്ന ഒഴിവാക്കാം. അതെങ്ങനെയാ നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മറിയ, അതിനൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനല്ലേ പ്രതീക്ഷിക്കണ്ടു. വിധവകൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഒരു ഭരണാധികാരി 24 മാസക്കാലമായി, ഞാൻ നല്ല ബോധ്യത്തോടു കൂടെ പറയുന്നു, 24 മാസമായി എന്റെ കേരളത്തിലെ CPM-കാരും CPM തോൽക്കാനും CPM ഇല്ലാതാകാനും ആഗ്രഹിക്കുന്ന വിധവകൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഏറ്റവും മാന്യമായ നിലയിൽ ഞാൻ നരാർന്നമെന്ന് പറയും. ക്ഷമിക്കണം ജയിക്ക്, നമുക്ക് ഈ ചർച്ച തുടരുന്നതിന് വേണ്ടിയാണ് രാജേഷ് ചർച്ച ബഹിഷ്കരിക്കുകയാണ്. എക്സ്ട്രീംലി സോറി, ഇന്ന് എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ജയിക്ക് ആ പരാമർശം പിൻവലിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, ഇതിനെ വിമർശിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ഞാൻ ഒരു തവണ പറഞ്ഞു, ഇത്തരം വാക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എനിക്ക് ചർച്ചയിൽ തുടരാൻ പറ്റില്ല. ആ വാക്കിൽ തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിനോടും പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്നെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാകാൻ അനുവദിക്കണം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ജയിക്ക്, നമുക്ക് ചർച്ച തുടരാം. ആ പരാമർശം അങ്ങ് ഒഴിവാക്കിയാൽ മതി. ജയിക്ക്, ഈ ഭാഷാ പ്രയോഗത്തിന്റെ പ്രശ്നമാണ്. കാരണം വിധവകൾക്ക് പെൻഷൻ കൊടുക്കാൻ വൈകുന്നതിന്റെ പേരിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ നരാധമൻ എന്ന വാക്കുപയോഗിച്ച് വിളിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഉറക്കം വരുന്നു പേരിൽ അവരെ നരാധമൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ജയിക്കിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം.